ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ വെഡ്ഡിംഗ് ഷോപ്പിങ്ങും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള എല്ലാ കമൻസും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കാനും മറക്കണ്ട. ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ പുട്ടാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് കുറേയൊക്കെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ലഞ്ച് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ഫിഷ് പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളാവുന്ന വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും അല്ല, കുറച്ചെങ്കിലും ആൾക്കാർ എന്നെ തിരക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തിരക്കായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 5 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ട്രാവലിങ്ങും അങ്ങനെ കുറേ ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് താമസിച്ചത്. ഉച്ചക്കലത്തേക്ക് നമ്മൾ പ്രോൺസിൻ്റെ ഒരു മസാലയും സിമ്പിളായിട്ടുള്ളൊരു റൈസുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മസാല റെഡിയാക്കുന്നതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പകുതി ചെറിയ ഉള്ളി അരിഞ്ഞും പകുതി അങ്ങനെ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് അതായത് കുഞ്ഞൊരു സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക്, അതായത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതിലേക്ക് കടുകിടുക. പൊട്ടിയതിന് ശേഷം കുറച്ച് ഗരം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചെമ്മീൻ വെച്ചിട്ടുള്ള മസാലയൊക്കെ എല്ലാവരും റെഡിയാക്കി എടുക്കുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറേ അധികം കുഞ്ഞുള്ളിയാണ് ചേർത്തേക്കുന്നത്. സവാള പൊതുവെ എടുക്കുമ്പോൾ ചെമ്മീൻ ഒരു മധുരമുണ്ട്. പിന്നെ നമ്മൾ സവാളയും കൂടെ ചേർക്കുമ്പോൾ അതിങ്ങനെ ഇരട്ടിയായിട്ട് വരും. എപ്പോഴും ഒരു ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ പറയത്തില്ലേ, ഒരു മധുരം വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോഴും നമ്മൾ അധികം ചെറിയ ഉള്ളി ചേർക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഉപ്പിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലുണ്ടല്ലോ വേഗത്തിൽ വാടി കിട്ടും. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താലും നന്നായിട്ടത് വാടി സെറ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചോറ് ഇനി നമുക്ക് വെച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. ഇന്ത്യ ഗേറ്റിന് റൈസാണ് കേട്ടോ. അത് കുറച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട്, നല്ല അഴുക്കാണ്, നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ. പിന്നെ ദാണ്ട ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ആ ബാക്കിലത്തെ നരമ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പിച്ചാത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകളെ നിങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം മസാല അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തതേയില്ല. മസാല മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ഒരു 1.5 സ്പൂണോളം വരുന്ന ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് അധികം വേണം, കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ഗരം മസാല പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പച്ച ചെവ മാറി വന്ന് കഴിയുമ്പോൾ പ്രോൺസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചെമ്മീൻ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഊർന്നു വരും. അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മസാല ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ടിട്ട് അത് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഫിഷ് പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പി ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല വ്ളോഗിലായിട്ട് ഒരുപാട് തവണ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇന്നൊരു ചെമ്പല്ലിക്കോര കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും അതിൻ്റെ മസാലയും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
ഇവിടെ ആണെങ്കിൽ കറിവേപ്പിൻ്റെ ഒരു വലിയ മരമുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കയറി അത് പിച്ചാൻ പറ്റത്തുള്ളൂ, താഴെ നിന്നിട്ട് എപ്പോഴും നമുക്കത് പിച്ചിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ പിച്ചുന്ന സമയത്താണെങ്കിൽ കറിവേപ്പില കൊണ്ട് ഒരു ആറാട്ട എത്ര കണക്കില്ലാതെ ഞാൻ ഇടും കറിക്കകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കണം. അതായത് ഡ്രൈ ആവും തോറുമാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. എന്തായാലും അതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കണം, അതുകൂടി ഒന്ന് നോക്കാം. റൈസ് കുക്ക് ചെയ്യുന്നതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, പിന്നെ 1-2 ചെറിയ പച്ചമുളക് ഇതിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇക്കായ്ക്കൊരു നിർബന്ധമാണ്. നമ്മൾ വറ്റിച്ചെടുക്കത്തില്ലേ നെയ്യ്, അതായത് ഗീ റൈസ് ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇടികല്ലിനകത്തോ എവിടെയെങ്കിലും വെച്ചൊക്കെ ഒന്ന് ചതച്ചാൽ മതി. ഇത് ഇട്ടില്ലെങ്കിൽ പിന്നെ ഇനി അത് മതി. ഈ റൈസ് കഴിക്കും തോറും അത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രോൺസിൻ്റെ മസാല നല്ല സെറ്റായി വരുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് അതായത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട്, അതായത് ഡ്രൈ ആക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ദാണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലിരിക്കട്ടെ, നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ സാധാരണ രീതിയിൽ ഗീ റൈസ് ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്ക്ക് പകരമായിട്ട് നെയ്യ് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി കുറച്ച് കുക്കിംഗ് ഓയിലുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളുടെ മസാല ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് സവാള, പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ഇനിയിപ്പം ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു വലിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ഗീ റൈസിൽ നിന്നൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറിൽ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചതിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇടുമ്പോൾ എന്തായാലും ഒരു വ്യത്യാസം വരുമല്ലോ. പിന്നെ ഞാനൊരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞതാ, ഒന്ന് തട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് പൊളന്നു പോയി. പിന്നെ ഒരു പകുതി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഉപ്പിട്ട് നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇല്ല, അപ്പോൾ റൈസ് ഒന്ന് കുക്കായി വരുന്ന നേരം കൊണ്ട് ഫിഷിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇതിനകത്ത്, അതായത് ഉണക്കക്കാന്താരിയോ പച്ചക്കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ പിന്നെ മണമുള്ള മുളകുകളൊക്കെ കിട്ടില്ല, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി. ഒരുപാട് വലിയ മീനാണെന്ന് കരുതിയിട്ട് ഒരുപാട് മസാല പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് വരത്തില്ല. മസാലയൊക്കെ വളരെ കുറച്ച് മതി, പക്ഷെ നല്ല ടേസ്റ്റ് വേണം മസാലയ്ക്ക്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെന്താ ചേർത്ത് കൊടുത്തേക്കുന്നത് ഗരം മസാല പൗഡർ, നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വളരെ കുറച്ച് മതി കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പിന്നെ ഒരല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഞാനിതിപ്പം ചോപ്പറിനകത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം എന്തായാലും ചോപ്പറിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് എനിക്ക് അരച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ മിക്സിയുടെ ജാറിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവും പുളിയും എന്താ പറയുന്നത് ഒക്കെ നിൽക്കുന്ന ടൈപ്പ് ഒരു മസാലയാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എന്തായാലും ചേർത്ത് കൊടുക്കണം, മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നാടൻ രീതിയിൽ വാഴയിലക്കകത്ത് പൊള്ളിച്ചെടുക്കുന്നതിനാണ് ഞാൻ ഈ രീതിയിൽ മസാല ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമ്മൾ ഫിഷ് വെച്ചിട്ട് കപ്സ, മന്തി അതൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ടൈമിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഇതിനകത്ത് ശരിക്കും അറബിക് മസാല ചേർത്ത് കൊടുക്കണം. ഈ ഒരു മുളക് പൊടിക്ക് പകരമായിട്ട് നമ്മളുടെ കപ്സ മസാല അല്ലെങ്കിൽ മന്തി മസാല അങ്ങനെ ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ്റെയൊക്കെ ക്യൂബ് ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലേവർ വ്യത്യാസം വരും.
അങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ മന്തി കബ്സ ഇതിലൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഫിഷിൻ്റെ ഒരു ഇത് റെഡിയാക്കുന്നത്. ഇത് നമ്മൾ സാധാ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിന് എക്സ്ട്രാ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സവാള ഉള്ളി അതൊക്കെ വഴറ്റിയിട്ടും നമ്മൾ ഇതിൻ്റെ പുറത്ത് ചേർത്തിട്ട് പൊള്ളിച്ചെടുക്കും കേട്ടോ. നമ്മൾ ദാണ്ട് ഈ രീതിയിലാണ് എടുക്കുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. ചെയ്തെടുത്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരു 2 മണിക്കൂർ ഇത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഇതിൽ വെക്കുക. വെച്ചതിന് ശേഷം മാത്രം എടുത്ത് ഗ്രില്ല് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ രാത്രിയിലത്തേക്കാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ട് എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് അറിയത്തില്ല. ഒരലച്ചിൽ പരിപാടിയോ കുറേ കടയിൽ കയറണം. കൊല്ലം വരെ പോകുമ്പോഴത്തേക്ക് തന്നെ മനുഷ്യനൊരു വഴിക്കാം, റോഡ് പണിയൊക്കെ നടക്കുമല്ലേ. അപ്പോൾ എന്തായാലും രാത്രി പിന്നെ തകൃതിയായിട്ട് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓർത്ത് ഇതും പൊള്ളിച്ച് പരിപ്പ് കറി എന്തെങ്കിലും ആക്കി കപ്പ പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട്. ഇനിയിപ്പോൾ ഇല നന്നായിട്ട് മടക്കി ഇതിനകത്ത് നിങ്ങൾക്ക് സവാള, പച്ചമുളക് അല്ലെങ്കിൽ കുറച്ച് തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് വാഴയിലൊക്കെ വാട്ടി ഇതിങ്ങനെ സെറ്റാക്കി ഒന്ന് ഫോയിൽ വെച്ചൊക്കെ പൊതിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. രാത്രിയിൽ കപ്പയൊക്കെ പുഴുങ്ങി ഇതങ്ങോട്ട് പൊള്ളിച്ച് കഴിക്കണം മക്കളെ. ഒരു രക്ഷയേ ഇല്ല കേട്ടോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. മത്തിയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ മത്തിയൊക്കെ ഇടയ്ക്ക്. നമ്മുടെ റൈസ് കണ്ട കുക്കായി വന്നിട്ടുണ്ട്. സാധാ ഗീ റൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇക്കാണെങ്കിൽ പ്രോൺസ് എല്ലാം കൂടെ അടിയിലിട്ടിട്ട് റൈസ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് തിരിച്ച് തട്ടി എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഉച്ചയ്ക്ക് താണ്ട ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. മിട്ടും കണ്ണനൂടെ രാവിലെ മുതൽ അടിയാണ് കേട്ടോ. കണ്ണനാണെങ്കിൽ ലോട്ടറി അടിച്ചിട്ടുണ്ട്. മിട്ടുമോനാണ് അത് എടുത്തത്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള അടിയായിരുന്നു രണ്ടുപേരൂടെ. ലോട്ടറി എടുത്തത് കണ്ണൻ. 50 രൂപ എടുത്ത് കണ്ണൻ ലോട്ടറി എടുത്ത് അതിന് മിട്ടുവിനെ കൊണ്ട് എടുപ്പിച്ചെന്നുള്ളൊരു തെറ്റേ അവൻ ചെയ്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അടിക്കില്ല. ഇയാൾ എത്ര ലോട്ടറി എടുത്ത് ഒരു 50 രൂപയെങ്കിലും അടിച്ചോളൂ. എന്റെ കാശിന് ഞാൻ ലോട്ടറി എടുപ്പിച്ചു ഇയാളെ കൊണ്ട്. ഇയാളെ പാർട്ട്ണർ 10%. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് വന്നതിന് ശേഷം രാത്രിയിൽ ഗ്രില്ല് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ആ ഗ്രിൽ പാൻ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ട്. നല്ല ചൂടാണ്. അപ്പോൾ വേഗത്തിൽ ഈ മീനിനൊന്നും അധികം വേവില്ലാത്തതാണല്ലോ. നോക്കിയാൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരുന്ന കപ്പ കൂടി സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മടക്കി ഒരു അരമണിക്കൂർ വെക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ പുറത്ത് തൂകി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് രാത്രിയത്തെ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കൊല്ലത്തോട്ടാണ് പോകുന്നത്. ഉമ്മച്ചാടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ ജ്യേഷ്ഠത്തിമാർ ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ട് അവർ കൊല്ലത്തെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. സംഘം ചേർന്ന് പോവുക എന്താവുമെന്നൊന്നും ഒന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. ആഞ്ചുവിന് ഞങ്ങൾ വേറെ വാങ്ങിച്ചു കൊടുക്കൂടി ബോള്. ആഞ്ചുവിന് കൊണ്ട് കൊടുക്കാം. നമുക്ക് കൊണ്ട് അവിടെ പോയി കളിക്കാം. അവിടെ പോയി അച്ഛനും മോളും അച്ഛനും സുഖമാണോ മോളെ? സുഖാന്നാ? ഈ അച്ഛന് സുഖമാണോ? അനിയൻ, അയ്യോ അനിയൻ ബാവ, ദേവുവിന്റെ അനിയൻ ബാവ. മിട്ടു ഇമ്മു ഒന്നും എൻ്റെ കൂടെ വരുന്നില്ല. അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കുറേ കടകളിൽ കയറുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ കൂടെ വരുന്നത് ദേവുവാണ് കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ. കണ്ണനും വരുന്നില്ല. വേറൊരാളാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ, വേറൊരു പയ്യനാണ്. ആവിധാമ ഒന്നുമില്ല, എല്ലാവരും തിരക്ക്.
നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച് ആബിദാത്ത എവിടാന്ന് കണ്ടല്ലോ. ആബിദാത്തായിക്ക് തൊഴിലുറപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത്ത എൻ്റെ അടുത്ത് ജോലിക്കായിട്ട് വരാത്തത്. കാരണം ഞാൻ തുച്ഛമായ ദിവസത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത്തായ്ക്ക് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പണിയാണല്ലോ, അതിട്ടിട്ട് ഇത്തായ്ക്ക് വരാൻ പറ്റത്തില്ല. ഈ മാസം 31-ാം തീയതി വരെ ഇത്തായ്ക്ക് ജോലിയുണ്ട്. ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ കൊല്ലത്ത് വന്നത്, കൊല്ലത്ത് സുറുമേലോട്ടാണ് കേട്ടോ. വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് മറ്റവർ വരുന്നതിന് വേണ്ടിയിട്ട്. അവർ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. അവർ ഭരണിക്കാവ് ആ വഴി കയറിയിട്ടാണ് വന്നത്. എന്തായാലും അവരെത്തിയിട്ടുണ്ട്. മൂത്തുമാടെ മക്കളാണ് കേട്ടോ. പിന്നെ കല്യാണ പെണ്ണുണ്ട്, പെണ്ണിൻ്റെ നാത്തൂനുണ്ട്, ആങ്ങളയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പെൺകുട്ടിയുടെ ഡ്രസ്സ്, ഗോൾഡ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ആരാണ്, ആരുടെ കല്യാണമാണ്, ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്തുമ്മാടെ മകൾ, അതായത് എൻ്റെ ജ്യേഷ്ഠത്തിയായിട്ട് വരുമല്ലോ, ജ്യേഷ്ഠത്തിയുടെ മകളാണ് പെൺകുട്ടി. പെൺകുട്ടി ഡോക്ടറാണ് കേട്ടോ. അവളെ കല്യാണം കഴിക്കുന്നത് ഞങ്ങളുടെ മുറച്ചെറുക്കൻ, അതായത് ഉമ്മാടെ ആങ്ങളയുടെ മകൻ. ആങ്ങളയുടെ മകൻ എന്ന് പറയുമ്പം ഞങ്ങളുടെ മുറച്ചെറുക്കനാണല്ലോ. മുറച്ചെറുക്കൻ്റെ മകനാണ് കല്യാണം കഴിക്കുന്നത്. ഒരു കുരുക്ക് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം, ബന്ധത്തിൽ നിന്ന് തന്നെ. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കല്യാണമായിരുന്നു. ഭയങ്കര പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ചെറുക്കൻ ആർക്കിടെക്റ്റാണ്, ട്രിവാൻഡ്രത്താണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ സംഭവം. ചെറുക്കനും പെണ്ണിനെയൊക്കെ വരുന്ന വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഹൽദിക്കുള്ള ഡ്രസ്സാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹൽദി, മൈലാഞ്ചി, കല്യാണം, റിസപ്ഷൻ, പെണ്ണിനെ വിളി, അങ്ങനത്തെ 5 ദിവസത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കല്യാണത്തിന് ഡ്രസ്സ് നോക്കുന്നുണ്ട്. സുറുമേ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. ഈ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, 6500 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നുണ്ട്. ഞാനതിങ്ങനെ നോക്കി. പിന്നെ ഓർത്ത് ഹൽദിക്ക് വേണ്ടിയിട്ട് 6500 രൂപയുടെ ഡ്രസ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ടുള്ളത് മതി. അപ്പോൾ കുറേയൊക്കെ നോക്കി കേട്ടോ. ലാസ്റ്റ് ആ ഒരു ഹൽദിയുടെ ചടങ്ങിന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എൻ്റെ ഡ്രസ്സ് ഏതാണ്, എന്തുവാണ് എന്നൊക്കെയുള്ളത്. കല്യാണത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ദാണ്ട് ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരാൾക്കല്ലല്ലോ, ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം, ഈ 5 ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും മാറി നോക്കുന്നുണ്ട്. എനിക്ക് കുറച്ചൊരു ലൂസായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ്, പക്ഷെ അവരത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്കൈ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ വിലക്കുറവായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 3000 രൂപയ്ക്ക് അകത്തേ ഉള്ളായിരുന്നു. പക്ഷേങ്കിൽ എന്താണെന്നറിയാവോ, എനിക്ക് സൈസ് കറക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പൊന്മാൻ നീല കളർ ഡ്രസ്സായിരുന്നു. ഇതാണ് പെൺകുട്ടിയുടെ നാത്തൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻ്റെ സിസ്റ്ററുടെ നാത്തൂൻ്റെ മകൾ തന്നെ കേട്ടോ. അവരും അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്നായിരുന്നു കല്യാണം നടന്നിരുന്നത്. അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. ഇവിടുന്ന് വല്ലതും എടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരുന്ന വീഡിയോയിൽ പറയാം. പിന്നെ നേരെ വന്നത് കല്യാണിലോട്ടായിരുന്നു കേട്ടോ. കല്യാണിലോട്ട് കയറി ഇങ്ങനെ വീഡിയോ പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു പെർമിഷൻ എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ. ബട്ട് ഞാൻ പെർമിഷൻ എടുത്തില്ല. ഞാൻ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. കാരണം ഡ്രസ്സുകൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കല്യാണിയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പെർമിഷൻ മേടിച്ചിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവിടെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെലക്ഷൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെർമിഷൻ എടുത്തേനെ. പിന്നെ അവിടുന്ന് വന്നത് MK സിഗ്നേച്ചറിലോട്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ളതാണ് ഈ MK സിഗ്നേച്ചറിൽ. ആ ടൈമിലൊക്കെ നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുന്നത്, വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ തുറന്നു പറയുക. പിന്നെ ഞാൻ ഹൽദിക്കുള്ള ഡ്രസ്സ് ഞാൻ അവിടെ നിന്നായിരുന്നു എടുത്തിരുന്നത്. ആ ഗൗൺ നിങ്ങൾ കണ്ടല്ലോ, അത് ഞാൻ അവിടെ നിന്നാണ് എടുത്തത്. അത് അടിപൊളിയായിരുന്നു. ബാക്കിയൊന്നും എനിക്കെന്തോ എൻ്റെ മൈൻഡിൽ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി. ഒരുപാട് കടകളിൽ വെഡ്ഡിങ്ങിൻ്റെയും റിസപ്ഷൻ്റെയൊക്കെ ഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് തലയ്ക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ച്. ഒന്നുമില്ല കേട്ടോ, വ്യത്യാസമെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. കൊല്ലത്ത് ഒരുപാട് കടകളിൽ കയറി. അതിനുശേഷം ഇത് പിറ്റേ ദിവസം ഞാനും മക്കളും കണ്ണൻ്റെ വൈഫുണ്ടല്ലോ പാറും, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നമ്മളുടെ ഹരിപ്പാട്ട് വന്നേക്കുവാണ് കേട്ടോ. എന്താ പറയുന്നത്, വെഡ്ലാൻഡിൽ ആരൊക്കെയോ എന്നോട് പറഞ്ഞ് വെഡ്ലാൻഡിൽ പോയി നോക്ക് നല്ലതാണെന്ന്. അങ്ങനെ അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിൽ അവിടെ വന്നപ്പോൾ അവിടെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എനിക്കാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഒരു സംഭവം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും യുണീക്കായിട്ടുള്ളത് വെഡ്ഡിങ്ങിന് ഇടണമെന്നാണ് ആഗ്രഹം.
23 വർഷത്തിന് ശേഷം നമ്മളൊരു കല്യാണത്തിന് കൂടുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കാണുന്നതാണ് അല്ലേ, ഒരുപാട് ആൾക്കാർ. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടൊരു ഡ്രസ്സ് ധരിക്കണം, അങ്ങനെ ഒരുപാട് സ്വീക്കൻസ് ഉള്ളത് അതൊന്നും എനിക്കിഷ്ടമല്ല. എന്തായാലും ഫൈനലി നോക്കി നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കല്യാണത്തിന് കാണിക്കാം. ഇപ്പോൾ ഈ നൂത്തിടുന്ന പാർട്ടി വെയർ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടോ, അതിനൊക്കെ വളരെ വിലക്കുറവ് കേട്ടോ, 3000 രൂപ അതിലൊക്കെ ഉള്ളു കേട്ടോ. പക്ഷേ ഒരുപാട് ഗിൽറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ മിട്ടൂനും മൂന്നും ബാഗി ജീൻസ് വേണമായിരുന്നു, അതുകൊണ്ട് അവന്മാരെയും കൂടെ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഡ്രസ്സ് 1-2 ഫംഗ്ഷൻ ഉള്ളത് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്തായാലും നമ്മൾ എന്താ പറയുന്നത്, ഹരിപ്പാട്ട് വന്നത് വലിയ ഒരു ടെൻഷനോടാണ് വന്നത്, എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.